ജെയ്സൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. ഈ ഗുരുവായൂരിൽ തിരക്കുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ജെയ്സൺ, എത്രത്തോളം തിരക്കുണ്ട് എന്നാണ് ചോദിക്കാനുള്ളത്. തീർച്ചയായും റോഷ്നിയും വെങ്കിയും ഇപ്പോൾ നമുക്ക് പുറകിൽ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവുണ്ട്. ക്ഷേത്രത്തിന് സമീപത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാം കുറച്ച് അകലെ നിന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. വലിയ രീതിയിലുള്ള കേസും മറ്റു തിരക്ക് നിറഞ്ഞ ദൃശ്യങ്ങൾ, ഭക്തരുടെ നീണ്ട നിര, അതുപോലെ തന്നെ വലിയ സന്തോഷത്തോടുകൂടി ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തുന്നവരുടെ ഒക്കെ ആ പ്രതികരണങ്ങളൊക്കെ എടുക്കാൻ ചെറിയ പ്രയാസമുണ്ട്. കാരണം ഹൈക്കോടതി പ്രത്യേക നിർദ്ദേശമുണ്ട്, കോടതി ലക്ഷ്യം വരും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലേക്ക് വന്നാൽ 2:45 കൂടിയാണ് വിഷുക്കണി ദർശനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഗുരുവായൂരിലെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാർ പ്രത്യേകം ഒട്ടുരുളിയിൽ ഭഗവാനെ കണി ദർശനത്തിനായിട്ടുള്ള ഒരുക്കങ്ങളുണ്ടായിരുന്നു. സ്വർണ്ണനാണയം, അതുപോലെ തന്നെ വാൽക്കണ്ണാടി, വെഞ്ചാമരം, മാലവട്ടം, വെള്ളരി, അതുപോലെ തന്നെ ചക്ക, മാങ്ങ തുടങ്ങി വലിയ വിഭവങ്ങളോടുകൂടിയുള്ള ഒരുക്കങ്ങളായിരുന്നു ഇന്നലെ രാത്രി തന്നെ ഒരുക്കി വെച്ചു. ഇന്ന് പുലർച്ചെ 2:45 ആദ്യം ഭഗവാനെ കണി കാണിക്കുന്നു. ആദ്യം മേൽശാന്തി കണി കാണുന്നു, അതിനുശേഷം ഭഗവാനെ കണി കാണിക്കുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഉച്ച മുതൽ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമീപത്ത് നീണ്ട നിര ആരംഭിച്ചാണ്. അതായത് ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന കണി ദർശനത്തിന് വേണ്ടി ഇന്നലെ ഉച്ച മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടെ നീണ്ട നിരയായിരുന്നു. ആ നിര കിലോമീറ്ററുകളാണ് നീണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ പ്രയാസമുള്ളത് ക്ഷേത്രത്തിന് സമീപത്തേക്ക് ക്യാമറ കടത്താൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇന്നലെ, ഭക്തജനക്കൂട്ടം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി നീണ്ട നിരയായിരുന്നു. ഇന്ന് പുലർച്ചെ ഒരു ചെറിയൊരു ദർശനത്തിന് കണ്ണൊന്ന് അടച്ചു തുറക്കുന്നതിനിടയിൽ ഭഗവാനെ കാണാൻ, ഭഗവാൻ ഉച്ചരിക്കുന്ന കണി ദർശനത്തിനായി എത്തിച്ചേർന്ന ഭക്തരെ കൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരം മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന് ഉച്ച വരെയാണ് വിഷുക്കണി ദർശനമുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്കും തന്നെ വിഭവമായ സദ്യ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ആ സദ്യയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായ മേളം, പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ മേളം, പ്രത്യേക ശീവേലിയും അതുപോലെ തന്നെ ആഘോഷങ്ങളും മേളങ്ങളും ഒക്കെയുണ്ട്. അത്തരത്തിൽ ഏറ്റവും സുന്ദരമായ, ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വിഷു ആഘോഷത്തിനാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പരിസരവും ക്ഷേത്രവും ഒക്കെ സാക്ഷ്യം വഹിക്കുന്നത്. വെങ്കി, ജോഷി. തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം തിരക്ക്. ഒരു നിമിഷത്തെ ദർശനത്തിന് വേണ്ടി ഇന്നലെ ഉച്ച മുതൽ തന്നെ ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തിയ വൻ ഭക്തജനങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്ലേ? നല്ല തിരക്കായിരിക്കും ഒരുപാട്. കാരണം തലേ ദിവസം തൊട്ട് എല്ലാ ഗുരുവായൂരിലൊക്കെ റൂമുകളൊക്കെ ഫുള്ളായിരിക്കും. മാത്രമല്ല റോഡ് മൊത്തം വണ്ടികളും തിരക്കും. അങ്ങനെ ഗുരുവായൂരൊക്കെ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും വിഷുക്കാലത്തൊക്കെ.